വീണിടത്ത് കടന്നു ഉരുളാതെ വേഗം എഴുന്നേറ്റ് പോകലാണ് കാസിമി ഏറ്റവും ഉചിതമായ മാർഗം. വീണത് വിദ്യയാക്കാൻ സാധിക്കും വിധമുള്ള വിഡ്ഢിത്തമല്ല കഴിഞ്ഞ ദിവസം വൈറലായി പോയ താങ്കളുടെ ആ ക്ലിപ്പിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സമുദായത്തെ ബാധിക്കുന്ന ഇസ്ലാമിക വിശ്വാസികളുടെ ആരാധനയെ അപകടപ്പെടുത്തും വിധമുള്ള ഒരു വിഡ്ഢിത്തമാണ് താങ്കൾ പറഞ്ഞത് എന്നതുകൊണ്ട് പണ്ഡിതന്മാർ അതിനെ തിരുത്തിത്തരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വെട്ടുകിളികളെ പോലെ, ഇല്യാസ് മൗലവിനെ പോലെയുള്ള അറുവഷളൻ തെറി പറയുന്ന പുരോഹിതന്മാരെ പോലെ ആ മൗദൂദി കൂട്ടങ്ങളോട് ഇഞ്ചോടിഞ്ച് പിന്തുടർന്നുകൊണ്ട് താങ്കളും താങ്കളുടെ തെറ്റു തിരുത്തി തന്ന പണ്ഡിതന്മാരെ വ്യക്തിഹത്യ നടത്തി കുതിര കയറാനുള്ള ശ്രമമാണ് ശരിക്കും നടത്തിയത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയങ്ങളെ ടച്ച് ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ പേരോട് ഉസ്താദിനെ താങ്കൾ കുതിര കയറിയത്. ഏതായാലും ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മറുപടി പറയില്ല, തെരുവിൽ ഒച്ചപ്പാടുണ്ടാക്കൂല എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന കക്ഷികൾക്ക് ഇപ്പോൾ സ്വന്തം പ്രസ്ഥാനത്തിന്റെ യാതൊരു ഐഡന്റിറ്റിയും പ്രകടമാകാതെ പ്രവർത്തിച്ചിരുന്ന മീഡിയ വണ്ണിന്റെ ഉള്ളിൽ കൊണ്ടുപോയി തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. അങ്ങനെ പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയങ്ങൾക്ക്, അലിയാർ കാസിമി എയറിൽ പോകാൻ കാരണമായ വിഡ്ഢിത്തങ്ങൾക്ക് വിശദീകരണം നൽകുന്നതിന് വേണ്ടി മീഡിയ വണ്ണിന്റെ അകത്തളത്തിൽ തന്നെ കൊണ്ടുപോയി അലിയാർ കാസിമിയെ കുടിയിരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ വെച്ച് പേരോട് ഉസ്താദിനെ കുതിര കയറാനാണ് കാസിമി സമയം കണ്ടെത്തുന്നത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഒരു വ്യക്തിയെ വ്യക്തിപരമായി പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുക പോലും ചെയ്യാത്ത വിധം മാന്യമായി കൈകാര്യം ചെയ്ത ഒരു വിഷയത്തിന് മറുപടി പറയുകയാണ് അലിയാർ കാസിമി ചെയ്യുന്നത്. അവിടെ പേരോട് ഉസ്താദിനെ വ്യക്തിഹത്യ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സക്കാത്ത് കമ്മിറ്റിയുടെ ഉഡായിപ്പുകൾ തുറന്നു കാട്ടുമ്പോൾ സകല മൗദൂദി വെട്ടുകിളികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്യാസ് മൗലവിയെ പോലെയുള്ള പുരോഹിതന്മാര് പോലും ഈ അറുവഷളൻ തെറി പറയുന്നതിൽ നിന്ന് അപവാദമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ തന്നെയാണ് അലിയാർ കാസിമിയും പിന്തുടരുന്നത്. യഥാർത്ഥത്തിൽ പേരോട് ഉസ്താദ് നല്ലൊരു വലിയ പ്രസ്ഥാനത്തിന്റെ നേതാവ് തന്നെയാണ്. പേരോട് എന്റെ പ്രസംഗത്തെ വിമർശിച്ചു എന്ന് കേട്ടപ്പോൾ അതിനോട് ഒന്ന് പ്രതികരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആ ആഗ്രഹം നടപ്പാക്കണമെങ്കിൽ അടിസ്ഥാനവും പ്രമാണവും ആദർശവും കയ്യിൽ വേണ്ടേ കാസിമി. അതില്ലാതെ പോയപ്പോൾ പിന്നെ കണ്ട മാർഗം പേരോട് ഉസ്താദിനെ കുതിര കയറുക എന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വിമർശനം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അറപ്പുളവാക്കുന്ന അംഗവിക്ഷേപങ്ങളോടും വളരെ ചില പ്രത്യേക തരക്കാരുടെ ചിരിയും ഒക്കെ ചേർന്നുള്ള ഇവിടെ പേരോട് ഉസ്താദിനെ കുതിരയാക്കാനാണ് അലിയാർ കാസിമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ അലിയാർ കാസിമി, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. പേരോട് ഉസ്താദിനെ പോലെയുള്ള ഞങ്ങളുടെ നേതൃത്വത്തിലെ പക്വതയും മാന്യതയുമുള്ള നേതാക്കളുടെ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലൊന്നും ഞങ്ങളെപ്പോലെയുള്ളവർ നിങ്ങളെ കൈകാര്യം ചെയ്യാത്തത്. പേരോട് ഉസ്താദിനെ പോലുള്ളവരുടെ ഔദാര്യത്തിലാണ് നിങ്ങളെ ഒന്നും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലിട്ട് കൈകാര്യം ചെയ്യാത്തത് ആദർശപരമായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത്രമാത്രം സമുദായത്തെ അപകടപ്പെടുത്തുന്ന ഒരു വിഡ്ഢിത്തമാണ് താങ്കൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിന് ഉത്തരം മുട്ടുമ്പോൾ പിന്നെ മൗദൂദി കുഞ്ഞാടുകളിൽ നിന്ന് ഒറ്റും വ്യത്യസ്തമല്ല എന്ന് തെളിയിക്കും വിധം താങ്കളും ഈ കൊഞ്ഞനം കുത്തുന്ന പരിപാടിക്ക് നിൽക്കുകയാണ്. പ്രതിയോഗിയുടെ വ്യക്തിത്വത്തെ, അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഇസ്ലാമികമോ മാനുഷികമോ അല്ലാത്ത ഒരു പ്രഭാഷണ ശൈലിയുടെ ഉടമയാണെന്ന് പണ്ട് എനിക്ക് അറിയാമായിരുന്നു. ആ ശൈലി പ്രായമായപ്പോഴെങ്കിലും മാറിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതിയെടുത്ത് അലിയാർ കാസിമിയുടെ പേര് പോലും പേരോട് ഉസ്താദ് പ്രസംഗത്തിൽ ടച്ച് ചെയ്തിട്ടില്ല. ഇനി പേര് ടച്ച് ചെയ്താൽ പോലും താങ്കളുടെ വ്യക്തിത്വത്തെ ഹനിക്കും വിധമുള്ള ഒരു പരാമർശവും പേരോട് ഉസ്താദ് നടത്തിയിട്ടുമില്ല. പിന്നെ താങ്കൾ പറഞ്ഞു വെച്ച വിഡ്ഢിത്തം അത് വിഡ്ഢിത്തമാണ് എന്നല്ലാതെ പറയാൻ പറ്റുമോ അലിയാർ കാസിമി? താങ്കൾ ചിലപ്പോൾ ഒരു അഖിലേന്ത്യാ സംഘടനയുടെ ആനത്തല വലുപ്പത്തിലുള്ള നേതാവൊക്കെ ആയിരിക്കാം എന്ന് കരുതി വിഡ്ഢിത്തം പറഞ്ഞാൽ അത് വിഡ്ഢിത്തം തന്നെയല്ലേ? അങ്ങനെ വിഡ്ഢിത്തം താങ്കൾ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്ക് താങ്കൾ ഈ പറഞ്ഞ കോലത്തിലൊന്നൊരു സംസാരമാവൂല. അത് പറയേണ്ട ബാധ്യതയാണ് നിർവഹിച്ചത്. അദ്ദേഹം ഒട്ടും മാറുകയല്ല, പഴയതിനേക്കാൾ അദ്ദേഹം ഇപ്പോഴും അതേ നിലവാരത്തിൽ തുടരുകയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അതേ നിലവാരത്തിൽ മറുപടി പറയുന്നത് എന്റെ ഇതുവരെയുള്ള സമീപനങ്ങൾക്ക് ചേരുന്നതല്ല എന്നുള്ളത് കൊണ്ട് അതിന് ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ കാസിമി, അതിന് നിങ്ങൾ മറുപടി പറയണ്ട. പക്ഷെ സമുദായത്തോട് നിങ്ങളൊന്ന് മറുപടി പറഞ്ഞു കൊടുക്ക്. സംഘടിതമായി നിർവഹിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ ഇസ്ലാമിലില്ലേ? സംഘടിതമായി അല്ലാതെ നിർവഹിക്കുന്ന ഫർളുകൾ ഇസ്ലാമിലില്ലേ? ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദുകളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സക്കാത്ത് കമ്മിറ്റി കർമ്മശാസ്ത്രപരമായി കൃത്യമാണ് എന്ന് താങ്കൾ അവകാശപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തെളിയിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ? ഇതിനൊക്കെ ഒരു വിശദീകരണം സമുദായത്തോട് പറഞ്ഞു കൊടുക്കൂ കാസിമി. പകരം അതിന് പേരോട് ഉസ്താദിനെ കുതിര കയറിയിട്ട് കാര്യമുണ്ടോ? സബ്സ്റ്റാൻഡേർഡായി ആളുകൾ പ്രതികരിക്കുമ്പോൾ ഒന്നുകിൽ ഇസ്ലാമിക മര്യാദ പ്രതികരണങ്ങളിൽ വേണം, അല്ലെങ്കിൽ മാനുഷിക മര്യാദയെങ്കിലും വേണം. താങ്കളോട് മാനുഷിക മര്യാദ പരിഗണിച്ച് ഇസ്ലാമിക മര്യാദ പരിഗണിച്ച് താങ്കൾ പറഞ്ഞ വിഡ്ഢിത്തമല്ല എന്നായിരുന്നു പേരോട് ഉസ്താദ് പറയേണ്ടിയിരുന്നത്. അപ്പറഞ്ഞത് വിഡ്ഢിത്തമാണ്
വിഡിത്തമാണ് എന്ന് സലക്ഷ്യം സംസാരിച്ചു എന്നതല്ലാതെ താങ്കളെ വ്യക്തിപരമായി പരാമർശിക്കുക പോലും ചെയ്യാതെ പിന്നെ എങ്ങനെയാണ് താങ്കളുടെ മാനം ഇടിഞ്ഞു പോകുന്നത്, മാനുഷികത ഇടിഞ്ഞു പോകുന്നത്? അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഉത്തരം മുട്ടുമ്പോ താങ്കൾ കൊഞ്ഞനം കുത്തുകയാണ്. പ്രതിയോഗിയെ ആശയപരമായി വിയോജിക്കുന്ന പ്രതിയോഗിയുടെ അന്തസ് ഇടിച്ചു താഴ്ത്തി മിടുക്കനാകാൻ ശ്രമിക്കുന്ന ശൈലി ഇസ്ലാമികവുമല്ല മാനുഷികവുമല്ല. കാര്യത്തിൽ മിനിമം രാഷ്ട്രീയക്കാരെങ്കിലും കണ്ടുപിടിക്കട്ടെ. അപ്പൊ ചുരുക്കത്തില് അലിയാർ കാസിമി ഒരു വിഡിത്തം പറഞ്ഞു എന്ന് സമുദായത്തിന് ബോധ്യപ്പെട്ടാൽ അലിയാർ കാസിമിക്ക് മാനക്കേടാവുമല്ലോ. അത് വിചാരിച്ച് പണ്ഡിതന്മാർ അത് മിണ്ടാതിരിക്കണമായിരുന്നു. ഇതാണ് ഇപ്പോ ആകപ്പാടെ ജമാഅത്ത് ചാനലിൽ ചെന്നിരുന്നു കൊണ്ട് അലിയാർ കാസിമി തട്ടിവിടുന്നത്. ഇരിക്കട്ടെ, ഏതായാലും അദ്ദേഹം പറഞ്ഞ വിഡിത്തത്തെ കുറിച്ച് അയാൾ എന്തൊക്കെ പരാമർശിച്ചു എന്നുകൂടി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. സംഘടിത സക്കാത്ത് ഞാൻ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതിനർത്ഥം സക്കാത്ത് സംഘടിതമായി മാത്രം നിർവഹിച്ചാലേ ശരിയാകൂ എന്ന് എനിക്ക് അഭിപ്രായമുണ്ടെന്നല്ല. അങ്ങനെ വിഷയത്തെ കോട്ടിമാട്ടൊന്നും വേണ്ട അലിയാർ കാസിമി. അങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. സക്കാത്ത് കമ്മിറ്റി നടപ്പിലാക്കുന്ന ജമാഅത്തുകൾക്കോ മുജാഹിദുകൾക്കോ പോലും അങ്ങനെ അഭിപ്രായവുമില്ല. വെള്ളിയാഴ്ച ഖുതുബ മലയാളത്തിലല്ല അറബിയിൽ ഓതിയാൽ ഖുതുബ സ്വഹീയാവൂല എന്നൊന്നും അഭിപ്രായം ഇവിടെ വഹാബിയക്കും മൗദൂദിയക്കും ഇല്ലല്ലോ. എന്നിട്ടും അവർ ആ അമല് ഫസാദാക്കാൻ ഈ കുത്തിത്തിരിപ്പ് കൊണ്ടുവരുന്നില്ലേ? എന്നതുപോലെ കൊണ്ടുവന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ സൃഷ്ടിച്ചെടുത്ത ഒരു ഉടായിപ്പാണ് ആ സക്കാത്ത് കമ്മിറ്റി. അത്രേ ഇവിടെ പറയുന്നുള്ളൂ. ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 4 കർമ്മ പരിപാടികളുണ്ട്. ആ 4 കർമ്മ പരിപാടികൾക്കും 4 സ്വഭാവമുണ്ട്, രീതികളുണ്ട്. ആ 4 പരിപാടികൾക്കും വ്യത്യസ്തമായ സ്വഭാവങ്ങളും രീതികളും ഒക്കെയാണ് അലിയാർ കാസിമി അള്ളാഹു താല നിശ്ചയിച്ചിട്ടുള്ളത്. നിസ്കാരം പോലെയല്ല നോമ്പ്, നോമ്പ് പോലെയല്ല ഹജ്ജ്, എല്ലാത്തിനും വ്യത്യസ്തമായ രീതികളുണ്ട് എന്നതുപോലെ സക്കാത്തിനുമുണ്ട് പ്രാക്ടിക്കലാക്കാൻ വ്യത്യസ്തമായ നിലപാടുകൾ. നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഇതിൽ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുക എന്നത് ഫർള് കിഫയും, എന്നാൽ നിസ്കാരം ഓരോ വ്യക്തിയും നിർവഹിക്കുക എന്നത് ഫർള് ഐനുമാണ്. അപ്പൊ ഈ നിസ്കാരത്തിന്റെ രീതി ഒന്ന് വേറെയാണ്. എന്നാൽ ഇത് കഴിഞ്ഞു പറഞ്ഞ നോമ്പ്, ആ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ഓരോ വ്യക്തിയും വ്യക്തിപരമായി തന്നെ നിർവഹിക്കേണ്ടതാണ്. ജമാഅത്തായി നിർവഹിക്കുക എന്നൊരു പരിപാടി അതിലില്ല. ഹജ്ജും അങ്ങനെ തന്നെ ഒരു വ്യക്തിക്ക് വ്യക്തിപരമായി നിർബന്ധമാകുന്നതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. ഈ 4 കാര്യങ്ങളിലും പൊതുവായി നിരീക്ഷിക്കുമ്പോൾ ഒരു സംഘടിത സ്വഭാവമുണ്ട് എന്നാണ് ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞത്. എന്ത് സംഘടിത സ്വഭാവമാണ് ഈ 4 ആരാധനകൾക്കും ഉള്ളത്? എന്താണ് അലിയാർ കാസിമി നോമ്പിന്റെ സംഘടിതമായ സ്വഭാവം? കൊല്ലത്തിൽ റമളാൻ എന്ന് പറയുന്ന ഒരു മാസത്തിൽ എല്ലാവരും കൂടി അത് നിർവഹിക്കുന്നു എന്നതാണോ? എങ്കിൽ അതുപോലെ സക്കാത്ത് നിർവഹിക്കാൻ കഴിയുമോ എന്നാണ് സമുദായം താങ്കളോട് ചോദിക്കുന്നത്. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും പോകട്ടെ, കേരളത്തിലെ എല്ലാ മുസ്ലിമീങ്ങൾക്കും പോട്ടെ, ഒരു പഞ്ചായത്തിലെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലെങ്കിൽ ഒരു മഹല്ലത്തിലെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അവരിൽ നിന്നുള്ള സമ്പന്നർക്ക് ഒരേ സമയത്ത് റമളാൻ പോലെ ളുഹർ നിസ്കരിക്കുന്നത് പോലെ കൃത്യമായൊരു ടൈമിലാണോ സക്കാത്ത് നിർബന്ധമാകുക? എല്ലാവരും അങ്ങനെ ഒരു സമയത്ത് തന്നെയാണോ ഇത് കൊടുത്തു വീട്ടേണ്ടത്? വീണ്ടും വീണ്ടും കിടന്നുരുണ്ട് വിഡ്ഢിത്തത്തിൽ പുരണ്ട് എന്തിനാണ് ഈ വിഡ്ഢി വേഷം കെട്ടുന്നത് അലിയാർ കാസിമി? നമസ്കാരം സംഘടിതമായി ജമാഅത്തായിട്ട് നിർവഹിക്കുന്നു. അതാണ് നിസ്കാരം സംഘടിതമായി ജമാഅത്തായി നിസ്കരിക്കും. അതൊരർത്ഥത്തിൽ ഫർള് കിഫയാണ്. എന്നാൽ 10 ആളുകൾ നിസ്കരിച്ചത് കൊണ്ട് മറ്റുള്ളവർ അതിൽ നിന്ന് ഒഴിവാകുകയില്ല. വ്യക്തിപരമായി ഓരോരുത്തരും ഫർള് നിസ്കാരങ്ങൾ നിർവഹിച്ചേ പറ്റൂ. അതുപോലെ തന്നെ നോമ്പ് ലോക മുസ്ലിമീങ്ങൾ ഒരു പ്രത്യേക മാസത്തിൽ തന്നെ സംഘടിതമായി തന്നെ നിർവഹിക്കുന്നു. എങ്കിൽ ഇങ്ങനെ സംഘടിതമായി നിർവഹിക്കാൻ സക്കാത്ത് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ഒരുപോലെ ഒരു സമയം നിർബന്ധമാകുന്ന സംഗതിയാണോ ഈ സക്കാത്ത് എന്ന് പറയുന്നത്? ഫിത്ർ സക്കാത്ത് അല്ലാത്ത സക്കാത്തുകൾക്ക് താങ്കൾ ഈ പറഞ്ഞ മാനദണ്ഡം സ്വീകാര്യമാകുമോ? എങ്ങനെയാണ് ഇത് പ്രയോഗവൽക്കരിക്കുക? അതുപോലെ തന്നെ ഹജ്ജ് ഒരു പ്രത്യേക സമയത്തും സ്ഥലത്തും ലോക മുസ്ലിമീങ്ങൾ സംഘടിതമായി നിർവഹിക്കുന്നു. ഈ പറഞ്ഞ സംഘടിത സ്വഭാവം എങ്ങനെയാണ് ഈ സക്കാത്തിൽ കൊണ്ടുവരിക കാസിമി? അതൊന്ന് പറഞ്ഞു കൊടുക്ക് സമുദായത്തോട്. പറഞ്ഞ വിഡ്ഢിത്തം 1000 വട്ടം ആവർത്തിച്ചാൽ അതൊരിക്കലും അബദ്ധമല്ലാതെ ആവൂല. അതേ ശ്രേണിയിൽപ്പെട്ട സക്കാത്ത് മാത്രം അസംഘടിതമായി നിർവഹിക്കാവൂ എന്നൊരു നിർബന്ധവും ഇല്ല എന്നാണ് എന്റെ പ്രഭാഷണത്തിന്റെ സൂചന. എങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദുകളും നടത്തുന്നത് പോലെയുള്ള സംഘടിത സക്കാത്ത് എന്ന് പറഞ്ഞത് ഫർള് നിസ്കാരത്തിലെ ജമാഅത്ത് പോലെയോ, വർഷത്തിലൊരിക്കൽ ഒരു സ്ഥലത്ത് എല്ലാവരും ഹജ്ജ് ചെയ്യുന്നത് പോലെയോ, മാസത്തിലൊരിക്കൽ എല്ലാവരും റമളാൻ നോമ്പ് നോൽക്കുന്നത് പോലെയോ നടത്തുന്ന ഒരു പരിപാടിയല്ല. ഒരാളുടെ സക്കാത്ത് അയാളിൽ നിന്ന് സംഭരിച്ചിട്ട് ഒരു കമ്മിറ്റി ഏറ്റെടുക്കുകയും ആ കമ്മിറ്റിയിൽപ്പെട്ട ആരൊക്കെയോ ചിലർ അത് ആർക്കൊക്കെയോ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്ന കലാപരിപാടിയാണ്. അങ്ങനെ ഒരാളുടെ നിസ്കാരം ഒരു കമ്മിറ്റിക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? എന്തൊരു വിഡ്ഢിത്താണ് ഈ പറയുന്നത്. ഈ 4 ഇബാദത്തുകൾക്കും വ്യത്യസ്ത രീതികളും സ്വഭാവങ്ങളും ഉള്ളതുപോലെ സക്കാത്ത് എന്ന് പറയുന്ന ഇബാദത്തിനും അതിൻ്റെതായ രീതിയും സ്വഭാവങ്ങളും ഉണ്ട്. അതനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ എന്റെ പദത്തിൽ ഒരു പക്ഷേ അതേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്നൊരു പദം കടന്നു വന്നത് വേണമെങ്കിൽ ദുരുപയോഗിക്കപ്പെടാം. അത് ദുരുപയോഗമൊന്നുമല്ല, അത് താങ്കൾ പറഞ്ഞ ശുദ്ധമായ വിഡ്ഢിത്തം തന്നെയാണ്.
വിഡ്ഢിത്തമാണ്. അങ്ങനെ നിർവഹിക്കാവൂ എന്ന് പറയുന്നത് പമ്പര വിഡ്ഢിത്തമാണ്. ആ വിഡ്ഢിത്തത്തെ ന്യായീകരിക്കാൻ മറ്റു ചില വിഡ്ഢിത്തം കൂടി താങ്കൾ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. സംഘടിതമായി നിർവഹിക്കുന്ന ഒരു സുന്നത്തുമില്ല എന്നതാണ് താങ്കൾ അതിന് പറഞ്ഞൊരു ന്യായം. അത് വിഡ്ഢിത്തമാണ്. സംഘടിതമായിട്ട് എല്ലാ ഫർളുകളും നിർവഹിക്കുന്നുള്ളൂ എന്നത് മറ്റൊരു വിഡ്ഢിത്തമാണ്. ഇങ്ങനെ കുറെ വിഡ്ഢിത്തങ്ങൾ കൂട്ടിയിട്ട് താങ്കൾ ഉണ്ടാക്കിയ ഒരു നെത്തീജയാണ് പമ്പര വിഡ്ഢിത്തമായി സോഷ്യൽ മീഡിയയിൽ സമുദായം താങ്കളെ ഏറിൽ നിർത്താൻ കാരണമായത്. പക്ഷേ അത് പ്രശ്നത്തെ അസംഘടിതമായിരിക്കണം അല്ലെങ്കിൽ സംഘടിതമായി പാടില്ല എന്ന് ശക്തമായി പറയുന്നതിനോടുള്ള ഒരു പ്രതിരോധം എന്ന നിലയിൽ ഒരു ഊന്നലിന് വേണ്ടി പറഞ്ഞത് മാത്രമാണ്. ആ ഊന്നലിന് വേണ്ടി താങ്കൾ പറഞ്ഞതൊക്കെ ശുദ്ധ വിഡ്ഢിത്തമാണ് എന്നാണ് സമുദായം താങ്കളെ ഓർമ്മപ്പെടുത്തിയത്. അത് തന്നെ താങ്കളെ ടച്ച് ചെയ്യാതെ, താങ്കളുടെ പേര് പരാമർശിക്കാതെ താങ്കൾ പറഞ്ഞ കാര്യത്തെ വിഡ്ഢിത്തമായി സമുദായത്തെ പേരോട് ഉസ്താദ് ബോധ്യപ്പെടുത്തിയത്. ഇപ്പറഞ്ഞത് വിഡ്ഢിത്തമല്ല എന്ന് പ്രമാണം വെച്ച് വിശദീകരിക്കാനാണ് താങ്കൾ മുന്നോട്ട് വരേണ്ടത്. സംഘടിതമായി മാത്രമേ സക്കാത്ത് നിർവഹിക്കാവൂ എന്ന അഭിപ്രായം എനിക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ സംഘടിതമായല്ല കാലം അത്രയും സക്കാത്ത് കൊടുത്തു വരുന്നതും. എന്റെ അമലും സ്വകാര്യമായി സക്കാത്ത് കൊടുക്കുന്ന രീതിയാണ്. അത് കൊള്ളാം. ഇത്രയൊക്കെ വലിയ സംഗതിയായിട്ട് സാമൂഹ്യമായ വലിയ ലക്ഷ്യവും വലിയ സംഗതികളൊക്കെ ഇതിനുണ്ട് എന്ന് ഘോരഘൂരം ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി തട്ടിവിട്ടിട്ട് താങ്കൾക്ക് എന്താ ഈ സാമൂഹ്യ ലക്ഷ്യം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമാകണ്ടേ? സമുദായത്തിലെ സമ്പന്നരുടെ കാശ് ജമാഅത്തെ ഇസ്ലാമിക്ക് കൊള്ള ചെയ്യാൻ എറിഞ്ഞു കൊടുത്തിട്ട് താങ്കൾ സുരക്ഷിതമായി താങ്കളുടെ സക്കാത്ത് കൈമാറുകയാണ്. എന്തൊരു ഉഡായിപ്പാണ് അലിയാർ കാസിമി പറഞ്ഞതൊക്കെ. ഇനി സക്കാത്ത് കമ്മിറ്റി പാടില്ല, ഇസ്ലാമിയ ഖിലാഫത്തില്ലാത്തടത്ത് അത് പ്രായോഗികമല്ല എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദാണ് എന്ന മറ്റൊരു വിഡ്ഢിത്തം കൂടി അയാൾ പുതുതായി എഴുന്നള്ളിച്ചിട്ടുണ്ട്. സക്കാത്ത് നൽകുമ്പോൾ സക്കാത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുമെങ്കിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാതെ അങ്ങനെ തന്നെ കിടക്കേണ്ടതാണ് ഖിലാഫത്ത് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇമാമത്ത് ഇല്ലാത്തത് കൊണ്ട് എന്ന് വന്നാൽ അങ്ങനെ വരില്ലല്ലോ കാസിമി. അതെങ്ങനെയാ വരിക? സക്കാത്ത് കമ്മിറ്റിയിലൂടെ അല്ലാതെ ഇസ്ലാമിന്റെ സക്കാത്ത് ഒരാൾ കൊടുത്തു വിട്ടിയാൽ അല്ലെങ്കിൽ സമുദായം അത് കൃത്യമായി നിർവഹിച്ചാൽ സക്കാത്തിന്റെ ലക്ഷ്യം നേടൂല എന്ന് ആരെ പറഞ്ഞത്? അപ്പൊ ഇസ്ലാമിയ ഖിലാഫത്ത് ഇല്ലാത്തതിന്റെ പേരിൽ സക്കാത്ത് കമ്മിറ്റി പ്രായോഗികമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് സക്കാത്തിന്റെ ലക്ഷ്യം ഇവിടെ പ്രാവർത്തികമാകാതിരിക്കൂല. അള്ളാഹുവിന്റെ റസൂൽ സക്കാത്തിലൂടെ ലക്ഷ്യം വെച്ച സാമൂഹികമായ ഒരു പ്രയോജനപരതയുണ്ട്. സംഘടിതമായി ചെയ്തുകൊണ്ട് അതിലാണ് ഗുണമെന്ന് കാട്ടിത്തന്നു. ഇസ്ലാമിയ ഖിലാഫത്തുള്ളിടത്ത് അങ്ങനെയാണ് ഗുണകരം. അതില്ലാത്തിടത്ത് മുഅയ്യനായ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയോ താൻ തന്നെ നിർവഹിക്കുകയോ ചെയ്യലാണ് അതിന്റെ ഇസ്ലാമികമായ വിധി. ഈ രീതിയിലൊക്കെ ഇത് ചെയ്താലും സക്കാത്തിന്റെ ലക്ഷ്യം സാർത്ഥകമാവുക തന്നെ ചെയ്യും. ആ ലക്ഷ്യം ഖിലാഫത്ത് ഇല്ലാത്തടത്ത് സാക്ഷാത്കരിക്കപ്പെടുകയില്ല. അത്രയും ഭാഗം അള്ളാഹുവിന്റെ റസൂല് ലക്ഷ്യം വെച്ചാൽ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയില്ല. ഇസ്ലാമിക ഭരണം ഇല്ലെങ്കിൽ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദത്തെ ബലം നൽകുന്ന വാദമല്ലേ? അതെങ്ങനെയാ അലിയാർ കാസിമി? ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം ഇസ്ലാമിയ ഖിലാഫത്ത് ഇല്ലെങ്കിൽ ഈമാൻ തന്നെ ശരിയാവൂല എന്നാണ്. എന്നാൽ ഇവിടെ സുന്നികൾ പറയുന്നത് എന്താണ്? ഇവിടെ ഒരു ഇസ്ലാമിയ ഖിലാഫത്ത് ഇല്ലെങ്കിലും സക്കാത്തിന്റെ ലക്ഷ്യം സാർത്ഥകമാകും. പക്ഷെ അവിടെ സക്കാത്ത് നൽകേണ്ടതിന് ഇസ്ലാം വ്യത്യസ്തമായ രീതി പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ്. സാമൂഹ്യമായി നന്മയുള്ള ഇസ്ലാമിലെ ഒട്ടനവധി നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ ഇസ്ലാമിയ ഖിലാഫത്തുള്ളിടത്ത് നടപ്പാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാവുക. കൊന്നവനെ പകരം കൊല്ലുക എന്നത് സാമൂഹ്യമായ നന്മയുള്ള ഒരു ശിക്ഷാ നടപടിയാണ്. ഇസ്ലാമിയ ഖിലാഫത്ത് ഇല്ലാത്തിടത്ത് അത് നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാവുക. കട്ടവന്റെ കൈമുറിക്കുന്നത് ഇസ്ലാം സാമൂഹ്യമായ ഒരു നന്മ ലക്ഷ്യമിട്ടുകൊണ്ട് നിർവഹിക്കേണ്ട ശിക്ഷാവിധിയാണ്. അത് ഇസ്ലാമിയ ഖിലാഫത്ത് ഇല്ലാത്തിടത്ത് നിർവഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാകും. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം? എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള മുസ്ലിം സമുദായത്തിന്റെ നിലപാട്? എന്താണ് സക്കാത്ത് കമ്മിറ്റിയുടെ പ്രശ്നങ്ങൾ? ഒരു ചുക്കും അറിയാതെ മൈക്ക് കിട്ടുമ്പോ കിട്ടാവുന്ന മലയാള ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവലാണോ അലിയാർ കാസിമി? എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിൽ ഇരുന്നു കൊണ്ട് സുന്നികളോട് ചില ഉപദേശം നടത്തുകയാണ്. എന്താണ് അയാൾ പറയുന്നത്? നിങ്ങൾ ഇസ്ലാമിന്റെ വിധിക്ക് വിധേയപ്പെട്ടുകൊണ്ട് സംഘടിത സക്കാത്ത് കൊടുക്കാനുള്ള ശ്രമം നടത്തണമെന്നാണ്. എന്നാൽ പ്രമാണം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ആ സംഘടിത സക്കാത്ത് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രപരമായി നടപ്പിലാക്കേണ്ടത് എന്നൊന്നും അദ്ദേഹം വിശദീകരിക്കുന്നുമില്ല. പാലിക്കപ്പെടുന്ന വിധത്തിൽ നടത്തി എന്തുകൊണ്ട് അതിനൊരു മാതൃക കാണിച്ചുകൂടാ എന്ന് സുന്നി സമൂഹം ചിന്തിക്കണമെന്നാണ് കാര്യത്തിൽ എന്റെ നിലപാട്. എങ്കിൽ എങ്ങനെയാണ് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെയും വഹാബികളുടെയും ഒക്കെ സക്കാത്ത് കമ്മിറ്റി പോലെ ഒരു സക്കാത്ത് കമ്മിറ്റിക്ക് കീഴിൽ അത് നിർവഹിക്കേണ്ടത് എന്നുകൂടി പ്രമാണം വെച്ച് താങ്കൾ പറയണ്ടേ? ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിൽ നിന്നുകൊണ്ട് സക്കാത്ത് കമ്മിറ്റിയെ കുറിച്ച് താങ്കൾ പ്രതിപാദിക്കുമ്പോൾ സുന്നികൾക്ക് ഉപദേശം
തരികയായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. മറിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാര് അവരുടെ സക്കാത്ത് കമ്മിറ്റി മുഖേന മാധ്യമം പത്രം ഉണ്ടാക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട മീഡിയകൾ അവർ പണം ചെലവിടുന്നുണ്ട്, അവരുടെ മദ്രസ ശമ്പളം കൊടുക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മുമ്പ് അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തത് പിന്നെ അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാമെന്ന നിലപാടിലേക്ക് മാറിയിട്ടുണ്ട്. സക്കാത്ത് കമ്മിറ്റിയിലെ ആളുകൾ സക്കാത്ത് ജോലിക്കാരാണ് എന്ന വ്യാജേന ശമ്പളം പറ്റാമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജാതി സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് കമ്മിറ്റിക്കാർക്ക് ആ ചാനലിൽ ഇരുന്നു കൊണ്ട് കുറച്ച് ഉപദേശം കൊടുത്തുകൂടായിരുന്നോ? എങ്കിൽ താങ്കൾ ധരിച്ച ഈ സുന്നത്തി ജമാഅത്തിന്റെ വേഷത്തോട് അല്പമെങ്കിലും താങ്കൾ കൂറുപുലർത്തിയെന്ന് സമുദായത്തിന് ആശ്വസിക്കാമായിരുന്നു.